മോനെ എന്നെ പിണങ്ങിയാണോ മോനെ ഉമ്മയും കൂടെ ഒന്ന് കാര്യം എന്നാ ഇവന്റെ പേര് മാധവന്. ഇവന് പേര് വരാൻ കാരണം വൃശ്ചിക മാസത്തിലെ ഏകാദശി നാള് ജനിച്ചത് കൊണ്ടാണ് മാധവൻ എന്ന് പേരിട്ടത്. അച്ഛനെ മേടിച്ച് വളർത്തിയതാ. അപ്പൊ അതിൽ നിന്നുണ്ടായ കിടാവ. അതിന്റെ പ്രസവത്തോടുകൂടി കിടാവിന് വയ്യാതായി അതിനെ കൊടുക്കുമായിരുന്നു. അതിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നീല കണ്ണുകള്. പിന്നെ പരിസരത്ത് ആരെങ്കിലും ആ സമയത്ത് വന്നാല് എല്ലാരെയും വിളിച്ചുണർത്തും. അടുത്ത വീട്ടിലെ ഒരു കള്ളം കയറിയപ്പം ഇവന്റെ അമൃച്ച കേട്ട് എല്ലാരും എണീറ്റത്. പിന്നെ കൂട്ടിൽ നിറങ്ങുന്ന ഇഷ്ടമല്ല, കാരണം അതിന്റെ കൂട്ടത്തിൽ ഒത്തിരി പശുക്കളെല്ലാം ഉണ്ടായിരുന്നു. അതിനെല്ലാം അച്ഛൻ കൊടുത്തോണ്ട് അവന് കൂട്ടി നിറയ്ക്കെ കൊടുക്കുക എന്നുള്ള ഒരു തോന്നൽ കൊണ്ടായിരിക്കും അവൻ കൂട്ടി നിറങ്ങാൻ കൂട്ടാക്കത്തില്ല. പക്ഷെ വെള്ളമൊക്കെ പൊങ്ങി വരുമ്പോൾ വിളിച്ചത് അപ്പോഴേ കൂട്ടി നിറങ്ങും, മാറി പറമ്പിൽ പോയി കിട്ടും. നേരത്തെ അവനെ അഴിച്ചുകൊണ്ട് പോകുന്നതായിരുന്നു. ഇപ്പൊ ഈ പശുക്കളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് സ്വമേധയാ കയറഴിച്ചു വിട്ടാലും അവൻ കൂട്ടി നിറങ്ങാൻ കൂട്ടാക്കത്തില്ല. പിന്നെ ഇപ്പം ഡോക്ടർ നിർദ്ദേശപ്രകാരം ഗോതമ്പുമിയും പരുത്തി ഒക്കെ അളവ് കുറച്ച് കൊടുക്കുന്നു. പിന്നെ തീറ്റപ്പുല്ല് കൊടുക്കും. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള സാധനം വൈക്കോലാണ്. നാളിനൊക്കെ സദ്യ വെച്ച് കൊടുത്താൽ അവന് ഏറ്റവും ഇഷ്ടം പരിപ്പും പപ്പടമാണ്. പപ്പടവും കൂട്ടി ഇലക്കകത്ത് സദ്യ വെച്ച് കൊടുത്താൽ സാധാരണ ക്രാക്കള് ഇലയാണ് ആദ്യം വലിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് സദ്യ മുഴുവൻ കഴിച്ചതിന് ശേഷം മാത്രമേ ഇല ഭക്ഷിക്കാറുള്ളൂ. അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേകതകൾ അതിനുണ്ട്. പിന്നെ പറയുന്നതെല്ലാം അനുസരിക്കും. ചിരിച്ചു കാണിക്കാൻ പറഞ്ഞാൽ ചിരിച്ചു കാണിക്കും. പിന്നെ പൊതുവെ പശുക്കളോട് അത്ര താല്പര്യം പോരാ. പശുക്കളെ കണ്ടാൽ തൊഴിക്കുകയും അതുങ്ങളെ അടുത്ത് നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കുകയും കടന്ന് ബഹളം വെക്കുകയും ചെയ്യും. അതുങ്ങൾ അടുത്തോട്ട് ചെന്നാൽ അതിനെ പിന്നെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാലേ അവന് സമാധാനമായിട്ട് നിൽക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ കുറച്ച് പ്രത്യേകതകളുണ്ട്. മാധവൻ ചിത്തിര അല്ലേ? അല്ലേ മോനെ? എത്ര നാളായി ചേട്ടാ വന്നിട്ട്? 7 വർഷമായി. 7 വർഷമായി. ചെറുപ്പത്തിലെ കൊണ്ടുവന്നു? ഞാൻ കറന്നു വളർത്തിയ. ആറ് കഴിഞ്ഞു. 6 വർഷം. ഇദ്ദേഹത്തിന്റെ ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് എന്ന് പറഞ്ഞാൽ അവന് പുല്ല് കച്ചി, പിന്നെ പരുത്തി കൊടുക്കാമായിരുന്നു, അവർ കൊടുക്കണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞു. പിന്നെ ഗോതമ്പുമ്മി അവിടെ. എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാണ് നമ്മളെ കാണിക്കുന്നത്? സ്നേഹപ്രകടനം വെച്ചാൽ കെട്ടിപ്പിടിക്കുക, സ്നേഹമായിട്ട് വന്നാൽ കെട്ടിപ്പിടിക്കുക. മൂക്കിനൊരു ഉമ്മ കൊടുത്തേ. എവിടാ മൂക്ക്? അതിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ. കെട്ടിപ്പിടിക്കുക. ഓ ഒന്നോട് ചിരിച്ചേ. ഒന്നോട് ചിരിച്ചേ. മാധവ് ചിരിച്ചേ. ചിരിക്കുക. അടിപൊളി ചിരി. കള്ള. ഒന്നോട് ചിരിച്ചേ. ഒന്നോട് ചിരിക്കുക. പുറത്തങ്ങനെ ഇറക്കുകയല്ലോ. പുറത്തിറക്കത്തില്ല, ഇവിടെ തന്നെ ഇറത്തതേ. പുറത്തിറക്കാൻ അവന് ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ ഈ കൂടെ ഇന്ന് പശുക്കളെ എല്ലാം കൊടുത്ത കാരണം അവനെ ഓർക്കും അയച്ചു വിട്ടാൽ അവനെ കൊടുക്കാൻ അവൻ ഇറങ്ങത്തില്ല. മോനെ അവിടെ കേൾക്കുന്ന കെട്ടിപ്പിടുത്തോ കണ്ടോ? സ്നേഹപ്പെടണമാണ്. അവൻ ചിരിച്ചറിയേ. അതെ, കിട്ടിയോ? ചിരിച്ചു കാണിക്കുന്നല്ലേ? അടിപൊളി. അങ്ങനെ ചിരി കൊള്ളാം. മാധവന്റെ ചിരി കൊള്ളാം. ഈ കൊമ്പൊക്കെ ഇത്രയേ ഉള്ളല്ലേ? കൊമ്പ് അവൻ തന്നെ തേക്കുന്നത്. തേക്ക് എടുക്കുന്നതല്ലേ? തേച്ചെടുത്ത് ഈ കൊമ്പ് ഒരു പിടി കൊമ്പേ അവന് കാണത്തുള്ളൂ. അടിപൊളി. ഇടയുടെ മേത്ത് കൊള്ളലെന്ന് പറഞ്ഞ ഇവിടെ വരയ്ക്കും. തന്നെ ഉരച്ചെടുക്കുന്നേ? ഇതിനകത്ത് ഉരയ്ക്കൂല്ലേ? അങ്ങനെ അനുസരണയൊക്കെ ഉണ്ട്. ജേകത്ത് കൊമ്പ് വളർന്ന ഏക ഇഷ്ടമല്ല. ഒന്നൂടെ. അങ്ങനെ നല്ല കൊച്ച്. അങ്ങനെ മാധവ് പറഞ്ഞാ കേക്കും. ആരാ പറഞ്ഞാ കേക്കത്തില്ലെന്ന്? നമ്മളെ ആദ്യം കണ്ട ദിവസം അവൻ എങ്ങനെ പോയാലും 300-400 ആളും
400 രൂപയുടെ ചിലവ് ഒരു ദിവസം വരും. എന്തൊക്കെയാ പുറത്തുനിന്നുള്ള ആഹാരം വല്ല കൊടുപ്പുണ്ടോ? പുറത്തുനിന്നുള്ള ആഹാരം വേറെ ഒന്നും വെച്ച് കൊടുക്കത്തില്ല. ഇല്ല. അദ്ദേഹത്തിന് ഈ കച്ചി ഇത് ഇത്രയും സാധനം പഴങ്ങളൊക്കെ കഴിക്കും. അത് നമ്മള് നിങ്ങൾ കൊണ്ടുവന്നേലും മണപ്പിച്ച് നോക്കുള്ളൂ. നമ്മൾ പറഞ്ഞ അടുത്ത് ഇന്നേച്ചിലാണ് കൊടുക്കും. ആണല്ലേ? മാധവ എന്താ കൊണ്ടുപോകത്തില്ല കേട്ടോ, ഇവിടെ തന്നെ എന്നാ മതി. പിള്ളേര് ഇതിന്റെ മണ്ടല കയറിയിരിക്കും. ഞാൻ ഇന്നലെ ഇതിന്റെ മണ്ടക്കിരുന്ന് അവനെ കുളിപ്പിച്ചു. ആണോ? വെള്ളം ഒഴിച്ചു അവിടെ തേച്ച് കഴി കുറച്ചു നേരം കഴിഞ്ഞു. ഇപ്പൊ കാണാൻ പറ്റൂ? പോക്കത്തില്ല, കിടക്കുന്ന സമയത്തേ കയറിയിരിക്കുള്ളൂ. അല്ലാതെ നിൽക്കുമ്പോ കയറാൻ പറ്റത്തില്ല. കാല് വയ്യ, കാലും കൈ കൂടെ പറ്റും. കിടക്കുന്ന സമയമാകുമ്പോ ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് കയറിയിരിക്കും. പശുവുള്ളപ്പോഴാന്നേല് നീട്ടിക്കൂടായിരുന്നു. പശുവിനൊക്കെ കറക്കുന്ന ഇതിനോണ്ടൊക്കെയിരുന്നാണ് സ്കൂളിടുന്നതിന് പകരം കുറെ കിടക്കും. ഞാൻ എന്നാ എന്താ പറ്റി? ഗേറ്റ് തുറന്നേനാ. ഗേറ്റ് തുറന്നതിന്റെ ഗേറ്റ് തുറക്കുമ്പോ ഇയാൾ ഇങ്ങനെയൊക്കെ സംഭവം. അവൻ വന്നില്ല. ചെറുക്കൻ പാചകയ്ക്ക് വന്നാലും ആണോ? പിന്നെ യൂണിഫോം പോലീസുകാരോട് വന്നില്ല. ഇത് മാധവൻ. ഇത് ചിരിക്കും, നമ്മളെ കണ്ണ് തുറന്നു നോക്കും, തോളത്ത് തലയിട്ട് അച്ഛൻ്റെ തോളത്ത് കയറും. അങ്ങനെ വ്യത്യസ്തമായ കഴിവുകളുള്ള മാധവനാണിത്. ഈ മാധവന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.